എത്രയൊക്കെ നിയമങ്ങളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ഡൗറി സിസ്റ്റം ഈ ആധുനിക കാലഘട്ടത്തിലും അതുപോലെ തന്നെ തുടരുകയാണ്. എത്രയോ പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ച ഈ സ്ത്രീധന സമ്പ്രദായം ഉന്മൂലനം ചെയ്യാൻ ഒരു നിയമത്തിനും സാധിക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം ജനങ്ങളുടെ മനോഭാവം മാറാതെ ഒരു നിയമവും ഒരു നാട്ടിലും വിജയിച്ച ചരിത്രമില്ല. ജനങ്ങൾ പ്രബുദ്ധരാവുകയും നല്ല പൗരന്മാരാവുകയും പുരോഗമനവാദികളാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരം വൃത്തികെട്ട കാലഹരണപ്പെടേണ്ട അനാചാരങ്ങൾ ഇവിടെ നിന്നും തുടച്ചു മാറ്റപ്പെടുകയുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നതും അത്തരമൊരു ദുരാചാരം തന്നെയാണ്. പക്ഷേ അതിനെ വളരെ അത്ഭുതകരമായി ഇവിടെ കാണിക്കുകയാണ് സോഷ്യൽ മീഡിയ. എന്തോ വലിയ ഒരു അത്ഭുതകരമായ ഒരു വാർത്തയായി കാണിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ എന്താണ് സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. നാളെ ഇത് പലരും ആവർത്തിക്കാൻ തയ്യാറായേക്കാം. നാളെ പല കുടുംബങ്ങളും മറ്റൊരു പെൺകുട്ടിയുടെ കുടുംബത്തോട് ഇത്തരം തുകകൾ ആവശ്യപ്പെട്ടേക്കാം, ഇത്തരം സ്വർണം പണ്ടങ്ങൾ ആവശ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് ഇത് നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണിപ്പോൾ വൈറലാകുന്ന ആ വീഡിയോ? 1 കിലോ സ്വർണം, 15 കിലോ വെള്ളി, ഒരു പെട്രോൾ പമ്പ് അടക്കം നവവധുവിന് കുടുംബം നൽകിയത് 21 കോടിയുടെ സ്നേഹ സമ്മാനങ്ങളാണ്. സോഷ്യൽ മീഡിയ കണ്ണു തള്ളിയെന്നാണ് പറയുന്നത്. വിവാഹത്തിന് മക്കൾക്ക് സമ്മാനം കൊടുക്കുന്നതൊക്കെ സർവ്വസാധാരണമായ ഒരു കാഴ്ച തന്നെയാണ്. മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന തങ്ങളുടെ പെൺമക്കൾ സന്തോഷത്തോടെയും യാതൊരു കുറവും വരാതെ ജീവിക്കാൻ ഈ മാതാപിതാക്കൾ വെറും കൈയോടെ പറഞ്ഞു വിടാറില്ല. കാരണം ഭർതൃഗ്രഹങ്ങൾ അശാന്തിയുടെ ഭവനങ്ങളായി മാറാൻ ഈ മാതാക്കൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. മാതാപിതാക്കൾ തങ്ങളുടെ സന്തോഷത്തിനായി അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ പെൺമക്കൾക്ക് വേണ്ടി സമ്മാനങ്ങൾ നൽകിയാണ് വരൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇവിടെ 21 കോടിയുടെ സമ്മാനങ്ങൾ മകൾക്ക് നൽകിയ രാജസ്ഥാനിൽ നിന്നുള്ള മാതാപിതാക്കളുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. 1 കിലോ സ്വർണം, 15 കിലോ വെള്ളി, ഒരു പെട്രോൾ പമ്പ്, അജ്മീറിൽ ഒരു പ്ലോട്ട് അടക്കം 21 കോടിയോളം വില വരുന്ന സമ്മാനങ്ങളാണ് മാതാപിതാക്കൾ മകൾക്ക് വിവാഹത്തിനുള്ള സ്നേഹ സമ്മാനമായി നൽകിയത്. വിവാഹത്തിന് മുമ്പ് രാജസ്ഥാനിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന ചടങ്ങായ മയറയിലാണ് സമ്മാനങ്ങൾ വധുവിന് നൽകിയത്. 100 കാറുകളും 4 ആഡംബര ബസ്സുകളുമാണ് വിവാഹത്തിന് അണിനിരന്നത്. ഫോട്ടോഗ്രാഫറായ സോനു അജ്മീറാണ് വിവാഹത്തിന് നൽകുന്ന ഈ സ്നേഹ സമ്മാനങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള ആചാരങ്ങളെയും സ്നേഹ സമ്മാനങ്ങളെയും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരം ആഘോഷങ്ങൾ സാധാരണക്കാരെയും അവരുടെ പെൺമക്കളെയും കൂടി സമ്മർദ്ദത്തിലാക്കുമെന്നാണ് പലരും അഭിപ്രായങ്ങൾ പറയുന്നത്. ഇവിടെ പണക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ അതിനെ അനുകരിക്കാനുള്ള മറ്റുള്ളവരുടെ വ്യഗ്രത നമ്മളിവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ജനസമൂഹങ്ങൾ അതിന് വളരെ പേരുകേട്ടതാണ്. നമ്മൾ മലയാളികൾ അതിൻ്റെ വളരെ അത്തരം ചില അനുകരണ ശീലങ്ങൾക്ക് പേരുകേട്ട ഒരു ജനസമൂഹമാണ് മലയാളികളുടേത്. 2 പേർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു വീട് കെട്ടി കിടക്കുന്നതിന് പകരം അയൽക്കാരൻ്റെ 3 നില 5000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ 2 പേർക്ക് ജീവിക്കാൻ വേണമെങ്കിൽ ലോൺ എടുത്ത് കെട്ടിപ്പോക്കുന്ന ഒരു സമൂഹമാണ്. ഇന്നും ഇവിടെ സ്ത്രീധനം വളരെ സജീവമായി തന്നെ നിലകൊള്ളുന്നുണ്ട്. അതിന് യാതൊരു നിയമത്തിനും മാറ്റാൻ പറ്റാത്ത രീതിയിൽ. എന്നാൽ ചില സ്ഥലങ്ങളിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമാണ് ഇത്തരം പ്രശ്നങ്ങളെ നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് പ്രധാനമായും ചില പെൺകുട്ടികളുടെ ജീവത്യാഗം പോലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ഈ വിഷയങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതുപോലുള്ള സ്നേഹ സമ്മാനങ്ങൾ എന്ന വ്യാജേന കൊടുക്കുന്നത് സമൂഹത്തിൽ തെറ്റായ കീഴ്വഴക്കവും സന്ദേശവും സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.